ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാണ്, സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പം വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. നിങ്ങൾ ലൈക്ക് കാണുമ്പോഴത്തേക്കും എൻ്റെ കണ്ണിൽ ബൾബ് കത്തുക. അപ്പോഴെനിക്ക് എന്താ പറയുക, വീഡിയോസൊക്കെ ഇടാൻ വേണ്ടിയിട്ട് കൂടുതൽ എന്താ പറയുക ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. നിങ്ങളാണ് എന്നെ സപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ പിന്നെ എന്താ പറയുക, നിങ്ങൾ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു, വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് രാവിലെ തന്നെ ഒരു പരീക്ഷണത്തിന് നിൽക്കുകയാണ്. അപ്പോൾ പരീക്ഷണം വിജയിച്ചാലും വിജയിച്ചിട്ടില്ലെങ്കിലും ഞാൻ വീഡിയോയിൽ ഇടും എന്നുള്ളൊരു ദൃഢനിശ്ചയമൊക്കെ എടുത്തിട്ടാണ് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ എന്താ പരിപാടി വെച്ചാൽ, നമുക്കിന്ന് പുട്ടും കടലയാണ് നമ്മൾ രാവിലെ ഉണ്ടാക്കാൻ പോകുന്നത്. സയാന് പുട്ടും കടലയും വേണമെന്ന് നിർബന്ധം കേട്ടോ. അപ്പൊ ഞാൻ നോക്കുമ്പോൾ അരിപ്പൊടി ഇല്ല നമ്മളെ അതിൽ, അതേപോലെ തന്നെ പുട്ടുപൊടി ഇല്ല കേട്ടോ. സാധാരണ ഞാൻ പുട്ട് എങ്ങനെ ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ, നമ്മൾ അരിപ്പൊടിയിൽ ചോറ് അരച്ച് മിക്സ് ചെയ്തിട്ട് അതൊന്ന് പുട്ടുപൊടിയുടെ രൂപത്തിലോട്ട് മാറ്റിയിട്ടൊക്കെയാണ് പുട്ടുണ്ടാക്കാറ്. ഇന്നിപ്പോൾ നമുക്ക് രണ്ടും കയ്യിലില്ല. അപ്പം ഞാനിങ്ങനെ നമ്മുടെ ഈ ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ചെയ്യുന്ന ഒരുപാട് ഇത്തമാരെ വീഡിയോസൊക്കെ കണ്ടപ്പോൾ അതിലിങ്ങനെ തലേ ദിവസം നമ്മുടെ ചോറൊക്കെ വെക്കുന്ന അരിയില്ലേ, അത് കുതിർത്തിയിട്ട് പുട്ടുണ്ടാക്കുന്ന ഒരു ഐഡിയ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണെന്ന് ട്രൈ ചെയ്യാൻ പോകണത് എന്താണെന്ന് അറിയില്ല കേട്ടോ. അതിന് മുമ്പ് നമുക്ക് കടലക്കറി ഒന്ന് സെറ്റാക്കാം. സിമ്പിൾ റെസിപ്പിയാണ്, പെട്ടെന്ന് കാണിക്കാം കേട്ടോ. കടല കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തക്കാളിയും പച്ചമുളകും വെല്ലുള്ളിയും കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി ഇത്രയാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കിതിൽ തേങ്ങ അരക്കാനുള്ളതാണ്. അതുകൊണ്ട് മസാലയൊക്കെ കുറച്ചൊന്ന് ഒരു പൊടിക്കധികം ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്കിത് വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് കയ്യിൽ വെച്ച് മിക്സ് ചെയ്യാം കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിക്കരുത്. അപ്പോൾ നമ്മുടെ കടലാക്രമണം പോലെയാവും. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഈ കടല ഞാൻ കുറച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ. കാരണം ഇവിടെ എല്ലാണ്ട് ഇങ്ങോട്ട് കടലക്കറി വാരിക്കോരി ഒഴിക്കൊന്നുമില്ല. അപ്പോൾ നമ്മുടെ അരി ഞാൻ കുതിർത്തി വെച്ചിട്ടുള്ള അരി കഴുകി ഇങ്ങനെ വെള്ളം വരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ മീതെ കൂടെ കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് മിക്സ് ചെയ്യാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഇതിനിപ്പോൾ വല്ലാതെ നനക്കാനൊന്നും പറ്റില്ല. അപ്പോൾ പിന്നെ വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് നനക്കുന്ന പരിപാടി നടക്കില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടാണ് ഞാൻ പൊടിക്കുന്നത്. പേടിച്ചു പോയിട്ട് എന്താ സംഭവിച്ചാൽ സ്വിച്ച് ഇട്ടപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് തിരിഞ്ഞു. അത് ഈ മിക്സിയുടെ താഴെ ഓണായിട്ടാണ് കിടക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനത്തെ പൊട്ടത്തരങ്ങൾ, അബദ്ധങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പറ്റാറുണ്ടോ? എനിക്ക് ഇടക്കിടക്ക് പറ്റാറുണ്ട് കേട്ടോ. എത്ര കണ്ടിയാലും ഞാൻ പഠിക്കൂല. അത് ഓഫ് ചെയ്യാൻ വേണ്ടി മറക്കുകയാണ്. ഇനിയിപ്പോൾ അഥവാ ഞാൻ ഓഫ് ചെയ്താൽ ഇത് വന്നിട്ട് തിരിക്കൂട്ടോ. അത് ഞാൻ അറിയില്ല. അപ്പോൾ നമ്മൾ സ്വിച്ച് ഇടുമ്പോഴത്തേക്കിനും പെട്ടെന്ന് അതിങ്ങോട്ട് തിരിയുമ്പം ഒരു ഞെട്ടൽ പൊട്ടലൊക്കെയാണ്. അപ്പോൾ എന്തായാലും രാവിലെ തന്നെ നല്ലൊരു പേടി മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തു. നമ്മുടെ കുക്കർ ഇതേ വിസിലടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കടല വേവാൻ വേണ്ടിയിട്ടൊരു 4-5 വിസിലൊക്കെ ഞാൻ അടിച്ചിട്ടുണ്ട്, നന്നായിട്ട് വെന്തോട്ടേന്ന് കരുതി. അപ്പോൾ നമ്മുടെ പുട്ടുപൊടി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല അത് നേരെ ആവുമെന്ന്. കാരണം ഞാൻ മുന്നേ ചെയ്ത് നോക്കിയിട്ടില്ല. തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്. തേങ്ങ ചെറിയൊരു ഇളനീര് ടൈപ്പ് തേങ്ങയാണ്, എന്താവെന്ന് അറിയില്ല. നമ്മുടെ കുട്ടൂസൻ നീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ചിരകിത്തരാ തേങ്ങ എന്ന് പറയുന്നത് എന്തിനാ അറിയാൻ നിൽക്കും, എനിക്ക് തേങ്ങ തിന്നാൻ വേണ്ടിയിട്ടാണ്. പല്ലൊന്നും തേക്കാതെ തേങ്ങ തിന്നാനുള്ള പരിപാടിയായിരുന്നു. അങ്ങനെ ഓനെ കൊണ്ടുപോയിട്ട് പല്ലും മുഖമൊക്കെ കഴുകി എന്നിട്ടാണ് നമ്മൾ പുട്ടുണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ പുട്ടുകുട്ടിയിൽ നമ്മൾ ആദ്യം കുറച്ച് തേങ്ങ ഇട്ടു, പിന്നെ കുറച്ച് പുട്ടുപൊടി ഇട്ടു, പിന്നെ കുറച്ച് തേങ്ങ ഇട്ടു. ഇതെല്ലാവരും ഉണ്ടാക്കണതാണ്. എന്നാലും ഞാൻ വെറുതെ ഒരു ഫ്ലോക്ക് വേണ്ടി പറയാണ് കേട്ടോ. ഈ പുട്ടുണ്ടാക്കുമ്പോൾ ചില്ലിട്ടിട്ടില്ലേന്ന് ഇടക്കിടക്ക് നോക്കും. മറ്റേ സിനിമയിൽ ഉണ്ടല്ലോ ചില്ലിടാതെ പുട്ടുണ്ടാക്കണത്, അതിങ്ങനെ ഓർമ്മ വരും കേട്ടോ ചില സമയത്ത്. അപ്പോൾ ഞാൻ എന്താ പറയുക, അതൊക്കെ നമ്മൾ വെറുതെ പറഞ്ഞാണ് കേസ്. അങ്ങനെ നമ്മൾ കുറച്ച് തേങ്ങ മിക്സിയുടെ ജാറിലിട്ട് അരക്കുന്നുണ്ട് കേട്ടോ. ചെറിയ ജീരകം ഇട്ടിട്ടാണ് അരക്കണത്. ഇത് നമ്മുടെ കടലക്കറിക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തേങ്ങയൊക്കെ അരക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കുക. നമ്മൾ വേവിക്കുമ്പോഴും കുറേ വെള്ളം ഒഴിക്കും, തേങ്ങയിലും കുറേ വെള്ളം ഒഴിക്കും. അവസാനം കറി ഭയങ്കര ലൂസാവും. അപ്പം തിക്കായിട്ടിരിക്കണ കറിയാണ് രസം ഉണ്ടാവുക കേട്ടോ. കടലക്കറിയൊക്കെ നല്ല തിക്കാവാനും പാടില്ല. അപ്പം മിക്സി തിരിക്കണ ഇസുവിന് ഭയങ്കര പേടിയാണ്. അതുകൊണ്ടാണ് ഈ കെട്ടിപ്പിടുത്തം. കാലൊക്കെ കയറ്റിച്ചിട്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. വെച്ച് തിരിക്കേണ്ടൊക്കെ പേടിയാണെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് തിരിക്കണേനെ പോകുമ്പോൾ പറയണേ എനിക്കൊരു പേടിയില്ല കേട്ടോ എന്ന്. അപ്പം ഞാൻ ആരായി അങ്ങനെ നമ്മുടെ കടലക്കറിയിലോട്ട് നമ്മുടെ തേങ്ങക്കറി കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്ത് കഴുകി ജാറൊക്കെ നല്ലോണം കഴുകിയിട്ടാണ് ഒഴിച്ചു കൊടുക്കൽ. ഒരു തേങ്ങ പോലും മിസ്സാവാൻ പാടില്ല. അങ്ങനെ നമ്മളെ കറി സെറ്റായിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് വെളിച്ചെണ്ണയിൽ കുറച്ച് ഉള്ളിയൊക്കെ കട്ട് ചെയ്തിട്ട് കറിവേപ്പിലിട്ട് തൂമിച്ചൊന്ന് സെറ്റാക്കി എടുത്ത കറി കേട്ടോ റെഡിയായി. അങ്ങനെ നമ്മൾ പുട്ട് കുത്താൻ പോവുകയാണ്. പുട്ട് എങ്ങനെ വരും എന്നുള്ളതിന് ഒരു ഐഡിയ ഉണ്ടാകുന്നില്ല. പക്ഷെ അടിപൊളിയായിട്ട് കറക്റ്റായിട്ട് വന്നു കേട്ടോ. പക്ഷെ എന്താ പ്രശ്നം ഉണ്ടായിരുന്നല്ലോ, ഒരുമിച്ച് ജനിച്ചവരെ തമ്മിൽ പിരിഞ്ഞു പോയി കേസ്. ചെറുതായിട്ടൊന്നും പൊട്ടിയിട്ടുണ്ടാകുന്ന വിഷയമല്ല. പക്ഷെ പുട്ട് നല്ല സൂപ്പർ പുട്ടായിരുന്നു കേട്ടോ, പറയാണ്ടിരിക്കാൻ പറ്റില്ല. നമ്മൾ റേഷനരിയാണ് എടുത്തത്, സാധാ നമ്മൾ ചോറ് വെക്കുന്ന റേഷനരി. ഞാൻ മട്ടരി കൊണ്ടൊക്കെ ഉണ്ടാക്കണ കണ്ടിട്ടുണ്ട് കേട്ടോ. നമ്മളതൊന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ല, അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. പുട്ടുണ്ടാക്കിയ പിന്നെ നമ്മുടെ ഇവിടെയൊക്കെ ആകെ പൂക്കള മത്സരം നടത്തിയ പോലെ ആയിരിക്കും. ഫുള്ള് പുട്ടുപൊടിയാണ് കേട്ടോ. നമ്മുടെ മിക്സിയുടെ ഉള്ളിലൊക്കെ പുട്ടുപൊടി ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നിലത്ത് കൂടെ ഒക്കെ ഉറുമ്പൊക്കെ വരും കേട്ടോ. അപ്പം നമുക്ക് അത് അടിച്ചു വരണക്കും. അപ്പം നമ്മുടെ മിക്സി ആകെ പ്രശ്നമാണ്. ആകെ ഫുള്ള് ഇതിന് കുറേ മടക്കുകളുണ്ട്. മറ്റേ ഐനാസില്ലേ, അറിയും നിങ്ങൾക്ക് കഴിക്കണ സാധനം, അതിൻ്റെ പോലെ ഫുള്ള് മടക്കുള്ളൊരു മിക്സിയാണ് ഈ സുജാതയുടെ മിക്സർ.
അപ്പോൾ അത് ക്ലീൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ഈ സാധനം നമ്മളിങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഊരാൻ കിട്ടുമേ. അത് ഞാൻ പിന്നീടാണ് മനസ്സിലാക്കുന്നത്, ആദ്യം എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാനിത് എങ്ങനെ ക്ലീൻ ചെയ്യാമെന്ന് ആലോചിച്ചിട്ട് കുറേ തല പുകച്ചു. പിന്നെ ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തപ്പോഴാണ് കേട്ടോ ഇതിങ്ങനെ തുറക്കാൻ കിട്ടുന്നുള്ളത് എനിക്ക് മനസ്സിലായത്. അപ്പം നമ്മളിത് നന്നായി ചെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പോകണം. ആകെ ഇങ്ങനെ ഒട്ടി പിടിച്ചിട്ട് ഉണങ്ങി പിടിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഞാനൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കണം കേട്ടോ. ഒരുപാട് അങ്ങോട്ട് അലമ്പായിട്ടില്ല മിക്സി. നമ്മളിപ്പോൾ ഒരു 6 മാസമൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ അത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. നമ്മൾ വീട്ടിൽ നിന്ന് ആ ഒരു ടൈം നോക്കുകയാണെങ്കിൽ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ടൊന്ന് എന്താ പറയുക ഒന്ന് കുതിർത്തി എടുത്തിട്ട് നമ്മളൊരു ബ്രഷ് വെച്ചിട്ട് ടൂത്ത് ബ്രഷ് വെച്ചിട്ടൊന്ന് അങ്ങനെ ഒരതി കൊടുക്കാം കേട്ടോ. വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഡിഷ് വാഷും നമ്മുടെ അപ്പസോഡയൊക്കെ ഇട്ടിട്ട് ഒന്ന് ഒരതി എടുക്കാം. അതിപ്പോൾ അത്ര അങ്ങോട്ട് ഇല്ല, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒരതിയാൽ പോകട്ടോ. എന്നാലും ഞാൻ ചെറുതായിട്ടൊന്ന് എന്താ പറയുക കുറച്ച് സോപ്പൊക്കെ ഒന്ന് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ ചെറിയ ചെറിയ ഗ്യാപ്പിലൊക്കെ ബ്രഷ് ഇട്ട് ഒരതിയാലേ ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ലാവുള്ളൂ. പിന്നെ വല്ലാണ്ട് വെള്ളം മാറി കോരി ഒഴിച്ചാൽ ചിലപ്പോൾ മിക്സിക്ക് എന്തെങ്കിലും പറ്റും. അതുകൊണ്ട് നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. കുറേ ദിവസമായി മിക്സി ക്ലീൻ ചെയ്യണമെന്ന് വിചാരിക്കണം. അപ്പം ഇപ്പം എന്തായാലും പുട്ടുപൊടിയായിട്ട് ആകെ പ്രശ്നമായിട്ടുണ്ട്. അപ്പോൾ പിന്നെ അപ്പം തന്നെ അങ്ങോട്ട് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ ചായ കുടിക്കാനുള്ള സമയമൊക്കെ ആവണുള്ളൂ. അർഷാക്കു നീറ്റിട്ട് കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ നമ്മൾ കുടിക്കുള്ളൂ കേട്ടോ, സമയം എടുക്കും. അപ്പോൾ പിന്നെ എന്തൊക്കെ ഒന്ന് ചെയ്യാമെന്ന് കരുതി അങ്ങനെ ഞാനൊരു തുണി വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു കുറേ മടക്കുകളുണ്ട് നേരത്തെ പറഞ്ഞ പോലെ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണത്. ഇങ്ങനെ ക്ലോത്ത് വെച്ചിട്ട് ഇങ്ങനെ തിരിച്ച് ചെയ്യുമ്പോഴത്തേക്കിനും ക്ലീൻ ആവും കേട്ടോ. അപ്പം ഇതിങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. എന്താ വെച്ചാൽ അവിടെ ഇവിടെയൊക്കെ ഓരോ മടക്കുകളുള്ളതുകൊണ്ട് ഇപ്പോൾ ഇത് എങ്ങനെയൊക്കെ ക്ലീൻ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല. അങ്ങനെ നമ്മൾ ഒരുപാട് നേരം നിന്ന് തുടച്ചിട്ടുണ്ട് കേട്ടോ മിക്സി ഞാൻ. കാരണം നമ്മൾ ഈ പുട്ടുപൊടി ഉള്ളതുകൊണ്ട് എത്ര തുടച്ചാലും അത് അങ്ങോട്ട് നീറ്റായിട്ട് തോന്നില്ല. പിന്നെ നമ്മൾ ലാസ്റ്റ് ഒരു നനഞ്ഞൊരു ടർക്കിയുടെ ചെറിയൊരു പീസ് എടുത്തു കൊടുന്നിട്ട് അത് വെച്ച് തുടച്ചിട്ടോ. അപ്പോൾ ഏകദേശം എനിക്കൊരു തൃപ്തിയായി. അതുവരെ അവിടെ ഇവിടെയൊക്കെ വെള്ളപ്പൊടി ഇങ്ങനെ മറ്റേ എന്താ പറയുക ചെറുതായിട്ട് ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ മിക്സിന് നമ്മൾ അങ്ങനെ തുടച്ച് ഒരു പരിവായിട്ടുണ്ട്. കുളിപ്പിച്ച് കുട്ടിയില്ലാതെ എന്ന് പറയുന്നിട്ടില്ല നിങ്ങൾ ആ ഒരു ടൈപ്പിലേക്കൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഒരു വയറും കൂടെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടോ. അപ്പോൾ മിക്സി സെറ്റ്. ഇനി നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക, എന്തെങ്കിലുമൊക്കെ പോവാതിരിക്കാൻ നോക്കുക. പോയി കഴിഞ്ഞാൽ പിന്നെ ഇതേപോലെ തന്നെ നമുക്ക് അഴിച്ചെടുത്ത് പണിയേണ്ടി വരും. ഇത് കടയിലൊക്കെ പോയാൽ എന്താ പറയുക അത് ഇനിയും തുറക്കാൻ പറ്റൂട്ടോ. മിക്സി എങ്ങനെയൊക്കെ അഴിച്ചെടുക്കാനൊക്കെ പറ്റും. നമുക്കിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അറിയാത്തൊരു കടയിലൊക്കെ പോയിട്ട് ചോദിക്കലൊക്കെയാണെന്നൊക്കെ ഞാൻ അറിഞ്ഞു. നമ്മളെന്തായാലും ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. നമ്മൾ അതേ ഒന്ന് ജസ്റ്റ് നന്നായിട്ട് ഈ ഒരു സംഭവം നമുക്ക് കഴുകിയെടുക്കാം കേട്ടോ. അത് ഞാൻ കഴുകുകയാണ് ചെയ്തത്. പിന്നെ ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്തു കേട്ടോ. ഈ ഒരു സാധനം പിന്നെ കഴുകാൻ വലിയ പ്രശ്നമില്ല. സോപ്പൊക്കെ ഇട്ട് ഞാൻ നേരെ കഴുകണം. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഫുള്ള് മാറാലായിരുന്നു, അടിയിലും മാറാലായിരുന്നു. അപ്പോൾ അതൊക്കെ തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മിക്സി ക്ലീൻ ചെയ്തിട്ട് എൻ്റെ കുറേ സമയം അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ നമ്മുടെ ആ പരിപാടി കഴിഞ്ഞിട്ട് നമ്മുടെ മക്കളെയൊക്കെ സ്കൂളിൽ വിട്ട് ചായയൊക്കെ കൊടുത്ത് അർഷാക്കുന് പണി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് തിരക്കായിട്ടപ്പം സ്കൂളിലൊക്കെ നമ്മൾ ക്രിസ്മസ് പൂട്ട് അതേപോലെ തന്നെ എക്സാം അങ്ങനത്തെ ഓരോ സംഭവങ്ങളാണ്. മദ്രസയൊക്കെ പരീക്ഷ കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ സ്കൂളത്തെ പരീക്ഷയാണ് കേട്ടോ. എവിടെ പരീക്ഷയാണെങ്കിലും നമുക്കാണ് ടെൻഷൻ. അങ്ങനെ അർഷാക്കുന് ഫോണ് ചാവിയൊക്കെ കൊണ്ടുപോയി കൊടുക്കണം. ആളിസുവാണ് കേട്ടോ. അവനെ കൊണ്ടിട്ടില്ലെങ്കിൽ അവൻ കീറൊന്നും അങ്ങനെ എറിഞ്ഞിട്ടൊക്കെ കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ തേങ്ങ തിന്നുന്ന ഇളനീരാണെന്ന് പറഞ്ഞല്ലേ നമ്മൾ നേരത്തെ എടുത്തത്. അപ്പോൾ അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് തിന്ന് നടക്കാം കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മൾ തീയൊക്കെ പൊടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറുതായിട്ടൊരു കറി വെക്കാമെന്ന് കരുതി ആ കറിയുടെ റെസിപ്പി ചെറുതായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. ഒരു കുട്ടി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെറിയൊരു പീസ് വെള്ളരിക്ക എടുത്തിട്ടുണ്ട്. ഈ ഒരു കറി അർഷാക്കുന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കും ഇഷ്ടമാണ്, മക്കൾക്കും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ പറയുക അപ്പം നിങ്ങൾക്കും ഇഷ്ടമായിക്കോട്ടെ എന്ന് കരുതിയിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. ഇതിപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്ന കറിയൊക്കെ ആയിക്കോട്ടെ. ഇനിയിപ്പോൾ ആരെങ്കിലും ഉണ്ടാക്കാറില്ലെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ നോക്കുക, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ചെറിയൊരു പീസ് വെള്ളരിക്കനെ വീണ്ടും ചെറുതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ വെള്ളരിക്കയുടെ സെൻറ്ററിലുള്ള സംഭവമല്ലേ, അത് പണ്ട് ഞാൻ കുറേ കഴിച്ചിരുന്നു കേട്ടോ. അങ്ങനെ കഴിച്ച് ഒരു ദിവസം വെള്ളരിക്കയുടെ സെൻറ്ററിലുള്ള സംഭവം കഴിച്ചു. ഭയങ്കര കയ്പ്പ്. അന്ന് മുതൽ എനിക്ക് തിന്നുമ്പോൾ ഭയങ്കര ഒരു കഴിക്കൂലേ എന്നൊരു പേടിയാണ് കേട്ടോ. അപ്പം ഇന്ന് എന്തായാലും ചെറിയൊരു കയ്പ്പുണ്ടെങ്കിലും ഇപ്പം കയ്പക്കൊക്കെ തിന്നുകൊണ്ട് ഈ ഒരു കയ്പ്പില്ലാതെ എനിക്ക് തോന്നുന്നത്. പണ്ട് കയ്പക്കൊന്നും കണ്ണിൻ്റെ നേരെ കണ്ടുകൂടാ. പണ്ട് എന്നോട് ഇഷ്ടമില്ലാത്ത ഫുഡ് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ കയ്പക്കാന്നെങ്കിലും പറഞ്ഞിരുന്നു. ഇപ്പം എനിക്കൊന്നും പറയില്ല കേട്ടോ. അപ്പം ഞാൻ എല്ലാതും തിന്നും. ഹർഷാക്ക് പറയും കൂടി ചെയ്യട്ടെ, ഇതിപ്പോൾ തിന്നാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോയെന്ന്. അങ്ങനെ നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെട്ടി കുക്കറിൽ ഇട്ടിട്ടുണ്ട്. കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പും പച്ചമുളക് ഇട്ടിട്ടുണ്ട് വേവിക്കാൻ കേട്ടോ. വേറൊരു സംഭവം ഇതിൽ ആഡ് ചെയ്യുന്നില്ല നമ്മൾ. അപ്പം വെള്ളരിക്ക വേവാൻ വേണ്ടിയിട്ട് 2 വിസിലൊക്കെ മതിയാവുന്നതാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ നമ്മുടെ മീൻ ഉണ്ട് മത്തി, അത് ക്ലീൻ ചെയ്തിട്ടില്ല കേട്ടോ. പക്ഷെ ഞാൻ മസാല സെറ്റാക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് വെല്ലുള്ളി, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, എന്താ പറയുക സുർക്ക, അതേപോലെ തന്നെ കറിവേപ്പില, അതെല്ലാം കൂടെ ഇട്ടിട്ടൊന്ന് അരക്കാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ അടിക്കുന്ന വിസിൽ ഓഫാക്കിയിട്ട് നമ്മുടെ കുക്കർ ഞാനൊന്ന് തുറന്നിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലെ സാധനങ്ങൾ എന്തായെന്ന് അറിയില്ല. അപ്പോൾ ഇതിലുള്ളവരൊക്കെ വെന്ത് ഒരു സംഭവമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് ഉടക്കണില്ല, ഇതിന് ഭയങ്കര ഇഷ്ടമാണിത്. അപ്പോൾ പിന്നെ കുറച്ച് പീസ് അങ്ങനെ കടന്നോട്ടെ എന്ന് വിചാരിച്ചു. എന്താ വേണ്ട പുട്ട് കഴിഞ്ഞേ? പഴം മതിയോ? ഇജെന്താ വെള്ളാട്ടപ്പോക്കരെ തലയിൽ തട്ടിട്ടാ നോക്കട്ടെ രസം ഉണ്ടാവും. വിശന്നപ്പോൾ വന്നു കേട്ടോ. രാവിലെ നേരത്തെ തിന്നിട്ട് പോയതാ. എന്താ വായല്?
തുടി അത് ഇവിടെ ഇരുന്ന് തിന്ന്. 5 സ്പൂണോ? എന്തിനാ 5 എണ്ണം? കടിച്ചിട്ടാ തിന്ന, തോണ്ടിട്ടല്ല തിന്ന. അന്നെ 1 സ്പൂണ് തരും. 2 സ്പൂൺ. 2 സ്പൂണ് ഇവിടെ നിന്ന് വെച്ച് തേക്കരുത് കേട്ടോ. പ്ലേറ്റ് ഇവിടെ നേരട്ടെ, പ്ലേറ്റ് തോലക്കത്തിലിടണം കേട്ടോ. ഇവിടുന്ന് എവിടേക്ക് പോവരുത് കേട്ടോ. ഇസുവിന്റെ പ്രശ്നം പരിഹരിക്കാൻ പോയപ്പോഴത്തേന് നമ്മുടെ വെള്ളരിക്ക ഗേസ് തിളച്ച് മരിച്ചു. അത് ഞാൻ കുറച്ച് മോര് ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതില്. അപ്പൊ മോര് ഒഴിച്ചിട്ടൊന്ന് തിളക്കാൻ വേണ്ടി വെച്ചാണ്. അപ്പൊ മോര് ഒഴിച്ചതിന് ശേഷം നമ്മൾ തിളപ്പിക്കുക നന്നായിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളെ ചെറിയ ജീരകവും തേങ്ങയും കൂടെ അരച്ചിട്ട് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പൊ അതൊന്ന് എടുത്ത് ഒഴിക്കുക കേട്ടോ. അപ്പൊ എന്താ പറയാ, അപ്പം വല്ലാണ്ട് തിളക്കരുത്. പിന്നെ മോര് നമ്മുടെ പാകത്തിനുള്ള പുളിക്ക് വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് സെറ്റാക്കുക. പിന്നെ നമ്മളെ കടുക് പൊട്ടിക്കുക, കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് അതൊന്ന് അയക്കി ഒഴിച്ചു കൊടുക്കുക. കറി സെറ്റാണ്, സിമ്പിൾ കറിയാണ് കേട്ടോ, നല്ല ടേസ്റ്റുമാണ്. മോരൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്താ പറയുക ഇഷ്ടമാവും. അപ്പൊ നമ്മൾ ചോറിനുള്ള വെള്ളം ഏതാണ്ടൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ അന്ന് കുറച്ച് വെള്ളം എടുത്ത് വെക്കുകയാണ്. ഇപ്പം ഞാൻ ഇങ്ങനെയാണ് കേട്ടോ കുടിക്കാനുള്ള വെള്ളം ഉണ്ടാക്കാറ്. നമ്മളിങ്ങനെ വെള്ളം കോരി ഒഴിച്ചിട്ട് അതിലോട്ട് കുറച്ച് ചുക്ക് പൊടി ഇട്ടിട്ട് വീണ്ടും ഒന്നും കൂടെ തിളപ്പിക്കുക. കാരണം ഓൾറെഡി ചൂടായ വെള്ളം ആയതുകൊണ്ട് പിന്നെ ഗ്യാസിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തിളക്കും. അപ്പൊ നമുക്ക് ഗ്യാസ് ലാഭിക്കാം. എങ്ങനെയുണ്ടാവും? അപ്പൊ നമ്മൾ എന്താ പറയാ, ബാക്കിയുള്ള വെള്ളത്തിലോട്ട് കുറച്ച് അരിയൊക്കെ കഴുകിയിട്ട് കൊടുത്തിട്ടുണ്ട്. റേഷൻ അരി തന്നെയാണ് നമ്മൾ പെട്ടെന്ന് കുക്കാൻ വേണ്ടിയിട്ട്. ഈ ധൃതി പിടിച്ച സമയത്തൊക്കെ നമുക്ക് ഇങ്ങനത്തെ പരിപാടിയാണ് നല്ലത്. അങ്ങനെ നമ്മുടെ ഇസുവിന് വീണ്ടും വിശന്നു കേട്ടോ. ഇസുവിന് ഇടയ്ക്കിടയ്ക്ക് വിശക്കും കേട്ടോ. ഒരു കുഞ്ഞു കോഴിക്കുട്ടിയാണത്. അപ്പം നമ്മുടെ താത്താന്റെ അടുത്ത് താത്ത ഇഡ്ഡലിയും സാമ്പാറും ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ വാങ്ങാൻ വേണ്ടി കാത്തിരിക്കാണ് കേട്ടോ. അവന് എല്ലായിടത്തും കൂടി നടന്നു തിന്നും ഗൈസ്. അങ്ങനെ എല്ലാവരും കൊടുക്കും ചെയ്യും കേട്ടോ എനിക്ക്. അങ്ങനെ ഒരു ഇഡ്ഡലിയും ഒരു ദോശയൊക്കെ ഒരു സാമ്പാറൊക്കെ വാങ്ങി ഇങ്ങനെ നടക്കുകയാണ്. ഇതിപ്പോ ഞാൻ വാരി കൊടുക്കണം കേട്ടോ. അപ്പൊ എൻ്റെ അരമണിക്കൂർ അവിടെ പോയി. അങ്ങനെ നമ്മുടെ ഇവിടെ ഒരു വെണ്ടക്ക ചെടി ഉണ്ടായിരുന്നു. ഒന്ന് 3-4 വെണ്ടക്ക കിട്ടി. ഇടക്കിടക്ക് ഇങ്ങനെ 3-4 കിട്ടാറുണ്ട് കേട്ടോ. അത് നല്ലൊരു പരിപാടിയാണ് വെണ്ടക്ക ചെടി കുഴിച്ചിടുക എന്നുള്ളത്. അങ്ങനെ ഒരു വെണ്ടയ്ക്കൊക്കെ എന്തോ പറ്റി ഗൈസ്. അങ്ങനെ നമ്മൾ മീനൊക്കെ ക്ലീൻ ചെയ്തു കേട്ടോ. അതിൻ്റെ ഇടയിൽ മീനിൽ നമുക്ക് മസാലയൊക്കെ തേച്ച് വെക്കണം. നമ്മൾ ഓൾറെഡി ഒന്ന് അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അതിങ്ങനെ അരച്ച സാധനം ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മഞ്ഞൾ, മുളക് ഒക്കെ ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പണ്ട് ഞാൻ ഈ ഒരു ഉപ്പും മുളകും വെളിച്ചെണ്ണ എല്ലാം കൂടെ ജാറിലിട്ടിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് അടിച്ചെടുക്കുകയാണ് ചെയ്യാറ്. പക്ഷെ എനിക്ക് തോന്നുന്നു അതിനേക്കാളും ടേസ്റ്റ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കുഴച്ചിട്ട് പിന്നെ നമ്മുടെ അരച്ച ചേർക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ പിന്നെ കുളിച്ചു ഗൈസ്, കണ്ടോ ഡ്രസ്സ് മാറി. പിന്നെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ അർഷാക്ക് വന്നപ്പോൾ പറപ്പടകം കൊടുന്നു. പറപ്പടകം എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരാ, മറ്റേ 10ാം ക്ലാസ്സിലായിട്ടേ തോന്നുന്നുണ്ട് ഒരു അളിയൻ വന്നത് നന്നായി എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റോറി ഉണ്ട് കേട്ടോ. അതിൽ പപ്പടത്തിന് പറപ്പടകം എന്നാ പറയാ. സ്റ്റോറി എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഈ പറപ്പടകം എന്നുള്ള പേരും അതേപോലെ തന്നെ അളിയൻ വന്നത് നന്നായി എന്നുള്ള ആ സ്റ്റോറിയുടെ ഹെഡ്ലൈനും എനിക്ക് നല്ല ഓർമ്മയാണ്. അപ്പൊ എപ്പോൾ പപ്പടം കണ്ടാലും ഞാൻ പറപ്പടകം എന്ന് പറയും കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ സ്റ്റോറി നിങ്ങൾ ആരെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യണം കേട്ടോ. ഒരു കൗതുകം അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ പറപ്പടകം പൊരിക്കുകയാണ്. പറപ്പടകം ഇങ്ങനെ പൊള്ളക്കണത് ഇവിടെ അർഷാക്കുന് ഇഷ്ടമല്ല. സോ ഞാൻ കത്തി കൊണ്ട് 5-6 കുത്തൊക്കെ കൊടുത്തിട്ടുണ്ട്. പപ്പടക്കോലി കാണാമല്ലോ, അതുകൊണ്ടാണ് നമ്മൾ കത്തിയും കൊണ്ട് ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെ ചെയ്താൽ കത്തിന്റെ മൂർച്ച പോകുന്നൊക്കെ പറയണ കേൾക്കാം. പക്ഷെ അവസരത്തിന് ധൃതിയിൽ നമുക്ക് ഇങ്ങനെയൊക്കെ കിട്ടുമ്പോൾ അങ്ങനെ ചെയ്യാം. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. അത് ഇസുവിന് വാരി കൊടുക്കണം, എന്നിട്ടുള്ളത് നമുക്ക് കഴിക്കാൻ പറ്റുക. അല്ലെ പിന്നെ ഓനക്കും വയറൊന്നും അറിയില്ല, എനിക്കും വയറൊന്നും അറിയില്ല. ഇനിയിപ്പോൾ ഓനക്കെന്ന് അറിയുമെന്ന് എനിക്കറിയില്ല, എനിക്ക് എന്തായാലും അറിയില്ല കേട്ടോ. എനിക്കിങ്ങനെ സമാധാനമായിട്ടിരുന്ന് കഴിക്കണം. ചില സമയത്ത് ഞാൻ വാരി കൊടുക്കലും ഞാൻ കഴിക്കലും എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാറുണ്ട് കേട്ടോ. അർഷാക്ക് പിന്നെ ആരെയും നോക്കാതെ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കണമെങ്കിൽ ആള് വിശന്ന് വലഞ്ഞ് വന്നിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. ഇനി റെസ്റ്റ് ടൈം ആണ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമ്മൾ വേറൊരു നല്ല വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് വരാനാണ് ആഗ്രഹം കേട്ടോ. അപ്പം എന്തായാലും നമ്മൾ വീണ്ടും കാണും. അതുവരെ എല്ലാവർക്കും ടാറ്റാ.